ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. അത് ജീവിതത്തിൻ്റെ രീതി അങ്ങനെയാണ്. ഒരു മനുഷ്യ ജീവിതം എപ്പോഴും അങ്ങനെയായിരിക്കും. അത് കടല് പോലെ ചില സമയങ്ങളിൽ ശാന്തസുന്ദരമായിരിക്കും, വളരെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതായിരിക്കും. ചില സമയങ്ങളിൽ ഇത് പ്രക്ഷുബ്ധമാകും. അവിടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷേ നമ്മൾ ഉറപ്പാക്കേണ്ട ഒന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാലും സന്തോഷവും ആനന്ദവും ഒക്കെ വന്നാലും ആ സമയങ്ങളിലൊക്കെയും എൻ്റെ കൂടെ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഈശോ ഉണ്ട് എന്ന് ഉറപ്പാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ക്രൈസ്തവ ജീവിതം വിജയിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഉദ്ധിതനായ ഈശോയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടാകും. പള്ളിയിൽ നിങ്ങൾ ഈസ്റ്റർ കുർബാനയ്ക്ക് പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ധ്യാനങ്ങളൊക്കെ ഉദ്ധിതനായ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ആയിരുന്നു. ഉദ്ധിതനായ ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മൾ ഉദ്ധിതൻ എന്താണ് അവൻ്റെ വാഗ്ദാനം? അവൻ്റെ ഒന്നാമത്തെ വാഗ്ദാനം നിങ്ങൾക്ക് സമാധാനമെന്നാണ്. രണ്ടാമത്തത്, അവൻ ഉദ്ധിതനായി അവൻ സ്വർഗാരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി അവൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടു എന്നുള്ളതാണ്. അതായത് ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ച് അവൻ പാടുപീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത എൻ്റെ ഈശോ എനിക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടു. ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. ആ വിശ്വാസമില്ല എങ്കിൽ നമ്മളുടെ, അതായത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ അടുത്ത ഒരു ജീവിതം എനിക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ വിശ്വാസം നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമില്ല എന്ന രീതിയിലാണ് ജീവിക്കുക. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമില്ല എന്ന രീതിയിലാണ് പലരുടെയും വാക്കും പ്രവൃത്തിയും. നമുക്കറിയാം, നമുക്കൊരു 70 വർഷമാണ്, ഏറിയാൽ 80 വർഷമാണ് ഈ ഭൂമിയിലെ ജീവിതം. ഏകദേശം ദിവസം എണ്ണിക്കഴിഞ്ഞാൽ ഒരു 70 വർഷം ശരാശരി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി 25,550 ദിവസങ്ങളാണ് ഒരു വ്യക്തി 70 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ജീവിക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 365 × 70 25,550. അത് 80 ആയി കഴിഞ്ഞാൽ ഏകദേശം 29,200 ദിവസങ്ങളെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. 30 തികയ്ക്കത്തില്ല, 30,000 തികയ്ക്കില്ല. 80 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന, കൃത്യം 80 വയസ്സാകുമ്പം എൻ്റെ ദിവസങ്ങളുടെ എണ്ണം, ഈ ഭൂമിയിൽ ജീവിച്ച ദിവസങ്ങളുടെ എണ്ണം 29,200 ദിവസങ്ങളാണ്. ഇത്രയും ദിവസങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: എനിക്ക് സ്വർഗം പ്രാപിക്കണം. അതാണ് ഒരു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഏക ലക്ഷ്യം. അതാകണം ഈ ഭൂമിയിലെ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആത്യന്തികമായിട്ടുള്ള ഗോൾ. അത് സ്വർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരുടെ ജീവിത ശൈലി സ്വീകരിക്കണം എന്ന് പറയുക, അല്ലെ? സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക. പക്ഷേ ഈ ഭൂമിയിൽ പലരും പറയും, സ്വർഗമുണ്ടോ? ഈ ഭൂമിക്കപ്പുറം മറ്റൊരു ജീവിതമില്ല എന്നൊക്കെ പറയും. അത് വളരെ മനോഹരമായിട്ട് അത് മനസ്സിലാക്കുവാനായിട്ട് ലൈഫ് ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്ന ഒരു ചെറിയ കഥയുണ്ട്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വർഗം, അല്ലെ? ലൈഫ് ആഫ്റ്റർ ഡെലിവറി,
നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരെല്ലാം ഡെലിവറി കഴിഞ്ഞവരാണ്, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവരാണ് അല്ലേ? അപ്പം ലൈഫ് ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. 2 കുഞ്ഞുങ്ങൾ, ട്വിൻസ്, ഇരട്ടകളാണ് ഒരമ്മയുടെ ഉദരത്തിൽ. ഇവർ തമ്മിലുള്ള സംസാരമാണ് ഈ കഥയുടെ ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ ഇതിവൃത്തം. ആ കഥ ഇപ്രകാരമാണ്. ഇപ്പം 2 പേര് തമ്മിൽ സംസാരിക്കുവാണ്. ഒന്നാമത്തവൻ പറയുന്നു, എടാ, ഈ അമ്മയുടെ പുറത്ത് മറ്റൊരു ലോകമുണ്ടോ? ആദ്യത്തവന്റെ ചോദ്യം അതാണ്. അമ്മയുടെ ഉദരത്തിനപ്പുറം പുറത്ത് ഒരു ജീവിതം നമുക്കുണ്ടോ? അപ്പൊ രണ്ടാമത്തവൻ പറയും, തീർച്ചയായിട്ടും നമുക്കൊരു ജീവിതമുണ്ട്. അമ്മയുടെ ഉദരത്തിന്, വയറിന് പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. അപ്പൊ ആദ്യത്തവൻ പറയും, നോ, നമുക്ക് അങ്ങനെ ഒരു ജീവിതമില്ല. നിന്നോട് ആരാ പറഞ്ഞത്? അതിനെന്താണ് തെളിവ്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പോയിട്ട് പുറത്ത് പോയിട്ട് ആരെങ്കിലും ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടോ? അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പം രണ്ടാമത്തവൻ പറയും, അങ്ങനെയല്ല, അമ്മയുടെ പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും, നമുക്ക് കാലുകൾ കൊണ്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റും. അപ്പൊ ഒന്നാമത്തവൻ പറയും, നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്? നമുക്ക് ഇപ്പോൾ ന്യൂട്രീഷൻ, ആഹാരമൊക്കെ കിട്ടുന്നത്, നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള ആഹാരം കിട്ടുന്നത് അമ്മയുടെ പൊക്കിൾക്കുടിയിൽ നിന്നാണ്. അത് മുറിക്കപ്പെടുന്ന നിമിഷം നമ്മൾ തീർന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതമില്ല. മറ്റും പറയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഒരു ജീവിതമുണ്ട്. ഇതിനപ്പുറം നമുക്ക് ഒരു ലോകമുണ്ട്. അവിടെ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കും, നമ്മൾ തന്നെ നടക്കും. അവിടെ വളരെ സുന്ദരമാണ് ആ ലോകം. ഒന്നാമത്തവൻ സമ്മതിക്കില്ല. അപ്പൊ രണ്ടാമത്തവൻ പറയും, അങ്ങനെയല്ലടാ, ഈ ജീവിതത്തിനപ്പുറം നമുക്ക് ഒരു അമ്മയുണ്ട്. നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഈ ഉദരത്തിനപ്പുറം ഒരു അമ്മ നമുക്കുണ്ട്. ആ അമ്മ നമ്മളെ കാണുവാനായിട്ട് ആഗ്രഹിച്ച്, നമ്മളെ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ആ അമ്മ ഇരിക്കുകയാണ്. അമ്മയുടെ ഈ പറയുന്ന പുക്കിൾക്കൊടി മുറിച്ച് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ അമ്മയുടെ മാറിലേക്കാണ്, അമ്മയുടെ കൈകളിലേക്കാണ് നമ്മൾ ചെല്ലുക. മറ്റോ പറയും, ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കത്തില്ല. അങ്ങനെ ഇവരുടെ കഥ ഇങ്ങനെ തീരുകയാണ്. എന്നിട്ട് കഥാകൃത്ത് ഈ കഥയെ, ഇവരുടെ ഈ സംഭാഷണത്തെ ഈ ഭൂമിയിലെ ചിലരുടെ സംഭാഷണവുമായിട്ട് ചേർത്ത് വയ്ക്കുന്നു. ആ 2 കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് സംസാരിക്കുന്നു. ഒരുത്തൻ പറയുന്നു, ഈ വയറിനപ്പുറം, ഈ ഉദരത്തിനപ്പുറം മറ്റൊരു ലോകമില്ല. പക്ഷെ രണ്ടാമത്തെ പറയും, അങ്ങനെയല്ല, ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. അവിടെ നമുക്കൊരു അമ്മയുണ്ട്. അവിടെ നമുക്ക് കൈകാലുകൾ കൊണ്ട് നടക്കുവാനും നമുക്ക് ഭക്ഷണം കഴിക്കുവാനും കാണുവാനും ഒക്കെ കഴിയുന്ന ഒരു സുന്ദരമായ ലോകം ഈ ഉദരത്തിനപ്പുറമുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് നമ്മൾ പലരും. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മൾ പരസ്പരം വാദിക്കുകയാണ്. പല ഫിലോസഫികളും പല തത്വശാസ്ത്രങ്ങളും ഒക്കെ പഠിപ്പിക്കുകയാണ്, ഈ ഭൂമിക്കപ്പുറം ഒരു ജീവിതമില്ല. കാരണം അവിടെ പോയിട്ട് ആരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാത്ത ഒരു ലോകം ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഈ സുവിശേഷത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടില്ല, നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച് അത് മനസ്സിലാക്കുവാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ഒന്നാമത്തെ കൊച്ചിനെ പോലെ നമ്മളും വിഡ്ഢികളാകും. എന്നിട്ട് ആ കഥാകൃത്ത് ഇങ്ങനെ എഴുതി വെച്ചു, ലൈഫ് ആഫ്റ്റർ ഡെലിവറി ഉണ്ട് എങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്തും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലെ മരണം മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. അവിടെ ഒരു ദൈവം എനിക്കായിട്ട് കാത്തിരിപ്പുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കായിട്ട് കാത്തിരിപ്പുണ്ട്.